അതിശയകരമായ പ്രമാണം. 119 സങ്കീർത്തനത്തിന്റെ 129 വാക്യം. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകയാൽ എൻ്റെ മനസ്സ് അവയെ പ്രമാണിക്കും. ഇതെല്ലാം ഓരോ ഭക്തനും ഓരോ ദിവസവും ഏറ്റുപറയുന്നത് ആത്മീക വളർച്ചയ്ക്ക് നല്ലതാണ്, ആത്മീക ആരോഗ്യത്തിന് നല്ലതാണ്. ഓരോ വിശ്വാസിയും ഓരോ ദിവസവും ഇതുപോലുള്ള വചനങ്ങൾ ഏറ്റുചൊല്ലുന്നത് ആത്മീയ ആരോഗ്യത്തിന് അത്യന്തം പ്രയോജനപ്രദമാണ്, ആത്മീയ ആരോഗ്യത്തിന് അത്യന്തം ഉപകാരപ്രദമാണ്. നമ്മൾ ഇന്ന് വായിച്ചത് ആത്മീയ ആരോഗ്യത്തിൻ്റെ രഹസ്യമാണ്. നിന്റെ വചനങ്ങൾ അതിശയകരമായിരിക്കാൻ എൻ്റെ മനസ്സവയെ പ്രമാണിക്കും. നിന്റെ സാക്ഷ്യങ്ങൾ, നിന്റെ വചനങ്ങൾ അതിശയകരമായിരിക്കാൻ എൻ്റെ മനസ്സവയെ പ്രമാണിക്കും. അതിശയകരമായ പ്രമാണം. ഇങ്ങനെ നമ്മൾ ഏറ്റുപറയണമെന്ന് ഞാൻ നിങ്ങളോട് പ്രബോധനമായി പറയും. കാരണം നാം ദൈവത്തെ കണ്ടിട്ടില്ല, നാം ഈ വചനത്തിലൂടെ ഇതെല്ലാം ഗ്രഹിക്കുന്നത്. വചനം അതിശയകരമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാതെ അറിയാമല്ലോ. ദൈവം അതിശയങ്ങളുടെ ദൈവമാണ്. അത്ഭുത മന്ത്രി എന്നാണ് യേശുക്രിസ്തുവിൻ്റെ പേര്. അവൻ അതിശയങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. അനുദിന ജീവിതത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ഭുതങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ പ്രമാണത്തിൽ അത്ഭുതമുണ്ട്. മറ്റൊരു വാക്യത്തിൽ ഇതേ 119 തന്നെ ഭക്തൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന്. വചനത്തിൽ അത്ഭുതമുണ്ട്, ജീവിതത്തിൽ അത്ഭുതമുണ്ട്, ശുശ്രൂഷയിൽ അത്ഭുതമുണ്ട്, പ്രാർത്ഥനയിൽ അത്ഭുതമുണ്ട്. ഇതെല്ലാം പ്രകാശിച്ചു കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം നിന്റെ വചനം അത്ഭുത വചനമാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സ് അവയെ പ്രമാണിക്കും. നമ്മുടെ മനസ്സ് ഒരുവിധപ്പെട്ടതൊന്നും അംഗീകരിക്കത്തില്ല. മനസ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അത് വളരെ പവർഫുൾ ആയതുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുകയാണ്. എത്ര പേർക്ക് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാൻ കഴിയും? യുവർ കവനന്റ് ലോസ് ആർ വണ്ടർഫുൾ, സോ ഐ ഒബേ ദം. നമുക്ക് ദൈവത്തോട് തന്നെ പറയാം, ദൈവമേ നിന്റെ വചനം അതിശയകരമാണ്. വചനത്തിൻ്റെ അതിശയകരത, അതിശയപരത, അതിശയം, വചനത്തിൻ്റെ അതിശയങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. അതിശയോക്തി പറയുന്നവരുണ്ട്, അതല്ല. അതിശയവും അതിശയോക്തിയും തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ അല്ലേ? ഭാഷാപരമായ പ്രശ്നമാണത്. ഇല്ലാത്തത് ഉണ്ടാക്കി വലുതാക്കി ഒലിപ്പിച്ച് പറയുന്നതിനെയാണ് അതിശയോക്തി എന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ അതിശയം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ചിന്തയ്ക്കും അപ്പുറം കടന്നിട്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന, നമ്മളെ കീഴ്പ്പെടുത്തുന്ന ലോജിക്ക്, കീഴ്പ്പെടുത്തുന്ന ദൈവിക തത്വങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ, ദൈവിക പ്രമാണങ്ങൾ, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. വചനം ധ്യാനിച്ചും പഠിച്ചും വരുമ്പോൾ ഓ എന്താണ്, എന്നെ അത്ഭുതപ്പെടുത്തുന്നു, അതെന്നെ അതിശയിപ്പിക്കുന്നു, അതെന്നെ കീഴ്പ്പെടുത്തുന്നു. അതല്ലേ അതിശയം എന്ന് പറയുന്നത്? അതിശയം. ഭൂമിയിൽ അതിശയങ്ങളില്ല എന്ന് പറയുന്ന യുക്തിവാദികളുണ്ട്. പക്ഷെ അവരും ചിലപ്പോൾ ഞെട്ടിപ്പോകുന്നു.
ഞാൻ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എപ്പോഴും ഞെട്ടിപ്പോകാറുണ്ട്. എൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് ദൈവവചനത്തിലുള്ള എൻ്റെ ആശ്രയമാണ്. അതിനകത്തെ ഒരെണ്ണം ഞാൻ പറയട്ടെ. 40 കൊല്ലമായി ഞാൻ ഈ പുസ്തകം പ്രസംഗിക്കുന്നു. ഇതുവരെയും ഞാൻ കാണാത്ത അത്ഭുതങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ വചനം പറയുമ്പോൾ എനിക്ക് വെളിപ്പെട്ടു വരുന്നത്. ഇന്നലെ രാത്രിയിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഇതുവരെ ലഭിക്കാത്ത അത്ഭുത ദൂതുകൾ എനിക്ക് വചനത്തിൽ നിന്ന് ലഭിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. എന്നും എന്നെ അതിശയിപ്പിക്കുന്ന ഒരേ ഒരു പുസ്തകമുണ്ട്, അത് വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ടാണ് ഇത് ധ്യാനിച്ചിട്ട് എനിക്ക് മതി വരാത്തത്. നിങ്ങൾ ആരും കേട്ടില്ലെങ്കിലും എനിക്കിത് പറഞ്ഞേ പറ്റൂ. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി ഇത് പറയുകയാണ്. പക്ഷെ അത് ഞാൻ എൻ്റെ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.